Hi students, welcome to our next working capital class. In this class, we can prepare a statement of working capital requirements for a manufacturing concern. ഒരു മാനുഫാക്ചറിങ് കൺസേണിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അസസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. എക്സാമ്പിൾ 1 ആണ്, പേജ് നമ്പർ 21. On 1st January 2016, the Board of Directors of X Limited desires to know the amount of working capital that will be required to meet the program they have planned for the year. From the following information, prepare an estimate of working capital requirements. ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, 8% ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ്സ് തന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ, 8% ഡിബഞ്ചേഴ്സ്, ഫിക്സഡ് അസറ്റ്സ്, ഇതെല്ലാം കറണ്ട് അസറ്റ്സ് ആയിട്ട് റിലേറ്റഡ് അല്ല, അല്ലെങ്കിൽ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് റിലേറ്റഡ് അല്ല. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ കാണുന്നത്. Then production during the previous year was 60,000 unit and it is proposed to maintain the same during 2016. The expected ratio of cost to selling price are. അപ്പോൾ നമ്മളോട് പറയുന്നത് കഴിഞ്ഞ ഇയറിൽ 60,000 ആയിരുന്നു യൂണിറ്റ്, ഈ വർഷവും അത് തന്നെയാണെന്നാണ് പറയുന്നത്. then നമ്മളോട് താഴെ വരുന്ന ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. റോ മെറ്റീരിയൽ 60%, ഡയറക്റ്റ് വേജസ് 10%, ഓവർഹെഡ് 20%. then raw material are expected to remain stores on an average 2 months before the issue of production. പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് 2 months സ്റ്റോറിൽ അത് റിമെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ റോ മെറ്റീരിയൽ 2 months ആണ്. ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി പ്രോസസ് ഫോർ 1 month. വർക്ക് ഇൻ പ്രോസസ് 1 month ആണെന്ന് പറയുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അവിടെ. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് 3 months ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ. ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് 2 months. നമുക്ക് പേയ്മെന്റ് നടത്താനുള്ളത് സപ്ലയേഴ്സിന്, ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്താൻ 2 months ആണ് നമുക്ക് അലൗ ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്നത്. ദെൻ ക്രെഡിറ്റ് ഗിവൺ ടു അവർ ഡെറ്റേഴ്സ്, നമ്മുടെ ഡെറ്റേഴ്സിന് നമ്മൾ പേയ്മെന്റ് നടത്താൻ കൊടുക്കുന്നത് 3 months ആണ്. സെല്ലിംഗ് പ്രൈസ് 5 per unit ആണ്. ഓക്കെ, നമുക്ക് ആദ്യം ടോട്ടൽ സെയിൽസ് കാണാം അല്ലെ. ടോട്ടൽ സെയിൽസ് എങ്ങനെ കാണാം? നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ്. നമ്മൾ ആദ്യം വർക്കിംഗ് നോട്ട് കൊടുക്കുക. നമ്പർ ഓഫ് യൂണിറ്റ്സ് 60,000 ആണ്. നമ്പർ ഓഫ് യൂണിറ്റ് വർക്കിംഗ് നോട്ട് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യാം. നമ്പർ ഓഫ് യൂണിറ്റ്സ് 60,000 ആണ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹5 ആണ്. 5 per unit ആണ്. സോ സെയിൽസ് ഇസ് ഈക്വൽ ടു 60,000 into 5. That is 3 lakhs. സെയിൽസ് ഇസ് ഈക്വൽ ടു 3 lakhs. then നമ്മളുടെ മെറ്റീരിയൽ, ഈ സെയിൽസിന്റെ 60% ആണ് മെറ്റീരിയൽ. സോ മെറ്റീരിയൽ ഇസ് ഈക്വൽ ടു കാൽക്കുലേഷൻ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ ഇസ് ഈക്വൽ ടു 3 lakhs into 3 lakhs അല്ലേ സെയിൽസ്, അതിന്റെ 60%. 60% ആണ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ മന്ത്സിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 12 കൊണ്ട് ചെയ്യുന്നു നമ്മൾ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 15,000 ആണ്. 15,000 ആണ് റോ മെറ്റീരിയൽ 1 monthലേക്ക് വരുന്നത്. then അതുപോലെ നമുക്ക് ലേബർ കാണാം. ലേബർ അതായത് 3 lakhs ആണ് സെയിൽസ് അല്ലെ. 3 lakhs ആണ് സെയിൽസ്, അതിന്റെ 10% ഡിവൈഡഡ് ബൈ 12 മന്ത്സിലേക്ക് കാണാൻ വേണ്ടി 12. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2,500 ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഓവർഹെഡ് കാണാം. ഓവർഹെഡ് എത്രയാന്ന് പറയുന്നത് സെയിൽസിന്റെ 3 lakhs into 20% ആണ് സെയിൽസിന്റെ ഓവർഹെഡ് വരുന്നത്. ഡിവൈഡഡ് ബൈ 1 monthൽ കാണാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 12 ചെയ്തു. നമുക്ക് കിട്ടുന്നത് 5,000 ആണ്. അപ്പൊ നമുക്ക് റോ മെറ്റീരിയൽ 15,000, ലേബർ 2,500 ആൻഡ് ഓവർഹെഡ്സ് 5,000. Then next we have to prepare a statement of working capital requirements. ഇതാണ് നമ്മൾ വരച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്.
അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റല്, ഡിബഞ്ചർ, ഫിക്സഡ് അസറ്റ്സ് അതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അല്ലെ. അതൊക്കെ ലോങ് ടൈം ആണ്. നമ്മളിവിടെ ഷോർട്ട് ടൈം മാത്രമാണ് നമ്മൾ എടുക്കുള്ളൂ. നെക്സ്റ്റ് വൺ നമ്മളോട് പറയുന്നത് റോ മെറ്റീരിയൽ ആണ്. അപ്പൊ നമ്മൾ ആദ്യം സാധാരണ പോലെ തന്നെ ഹെഡിങ് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ഹെഡ് ഏതാണ്? കറണ്ട് അസറ്റ്സ്. അണ്ടർലൈൻ ഇടാം. ഫസ്റ്റ് വൺ റോ മെറ്റീരിയൽ ആണ്. റോ മെറ്റീരിയൽ 2 months ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നു അല്ലെ. പ്രൊഡക്ഷന് മുമ്പ് 2 months അത് സ്റ്റോഴ്സിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാണ് അല്ലെ. അപ്പൊ നമുക്ക് 15,000 ആണ് റോ മെറ്റീരിയൽ കിട്ടുന്നത് മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 2 months ആണ് അല്ലെ. അപ്പൊ നമുക്കത് 30,000 എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളം കാണിക്കാം. 30,000 എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളം കാണിക്കാം. നെക്സ്റ്റ് വൺ റോ മെറ്റീരിയൽ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വൺ കാണിക്കാം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് റോ മെറ്റീരിയൽ ഉണ്ടാവും, അറ്റ് ദ സെയിം ടൈം ലേബർ ഉണ്ടാവും ആൻഡ് ഓവർ ഹെഡ്സ് ഉണ്ടാവും. റോ മെറ്റീരിയല്, ലേബർ ആൻഡ് ഓവർ ഹെഡ്സ്. റോ മെറ്റീരിയലിന്റെ എമൗണ്ട് വരുന്നത് നമുക്കറിയാം 15,000 ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് പീരീഡ് എത്രയാണ്? 1 month ആണ് അല്ലെ. അപ്പൊ നമ്മള് 15,000 ഇൻറ്റു 1 month ആണ്. 15,000. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ലേബറിന്റെ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ഒരു മന്ത്സിലേക്ക് വരുമ്പോൾ 2,500 ആണ് ലേബർ. ഓവർ ഹെഡ് 5,000 ആണ് എന്ന് നമ്മൾ കണ്ടു. പക്ഷെ വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ 1 month എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ലേബറും ഓവർഹെഡും നമ്മള് ഹാഫ് മന്ത് എടുത്താൽ മതി. ദീസ് ആർ ഈവൻലി അക്രൂഡ് ഈവൻലി ഡ്യൂറിങ് ദ ഇയർ ആണ്. ഫുൾ ടൈം നമ്മൾ അത് ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളോട് പ്രത്യേകിച്ച് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ നമ്മൾ ഈ ലേബറും ഓവർഹെഡ് എപ്പോഴും 0.5 ആയിട്ട് എടുക്കണം എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പൊ 1 month ആണെങ്കിൽ അതിന്റെ ഹാഫ് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ അസംഷൻ. അതിന്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ, ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് ആർ അക്രൂ ഈവൻലി ഡ്യൂറിംഗ് ദ ഇയർ. എപ്പോഴും അത് ഉണ്ടാവില്ലല്ലോ, ഇടയ്ക്ക് മാത്രമാണ് നമ്മൾ. പക്ഷെ റോ മെറ്റീരിയൽ 100% നമ്മൾ എടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1,250, 2,500, 1,250 and 2,500. വർക്ക് ഇൻ പ്രോഗ്രസ് ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് പാസ് ചെയ്യാം. നമുക്ക് 18,750. 18,750. The next one നമുക്കറിയാം ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. After the sale, the raw material will be after the production, the raw material will be finished goods. അല്ലെ, പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗുഡ്സിനെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്നാണ് പറയും. ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡ് ചെയ്യുന്നത് 3 months ആണ്. അവിടെ നമ്മൾ റോ മെറ്റീരിയൽ 3 months, ലേബർ 3 months, ഓവർ ഹെഡ് 3 months അങ്ങനെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. വർക്ക് ഇൻ പ്രോസസ്സിൽ മാത്രം ഉള്ളതിന്റെ ഹാഫ് ആണ് നമ്മൾ ലേബറും ഓവർ ഹെഡും എടുക്കുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് റോ മെറ്റീരിയൽ 15,000 ഇൻറ്റു 3, ലേബർ 2,500 ഇൻറ്റു 3, ഓവർ ഹെഡ് 5,000 ഇൻറ്റു 3. നമുക്ക് എമൗണ്ട് വരുന്നത് 45,000, 7,500, 15,000. സോ ടോട്ടൽ വരുന്നത് 67,500 ആണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡ് ചെയ്യുന്നത്. 67,500 ആയിട്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ നമ്മളെ കറണ്ട് അസറ്റ്സിൽ ഇനി ബാക്കി വരുന്നത് ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ് എത്രയാണ്? ലാസ്റ്റ് പോയിന്റ്, ക്രെഡിറ്റ് ഗിവൺ ടു ഡെറ്റേഴ്സ് ഇസ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിസ്പാച്ച്. സെയിൽ നടന്ന് 3 മാസം നമ്മൾ അവർക്ക് പീരീഡ് അലൗ ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ പേയ്മെന്റ് നടത്തിയാൽ മതി. അപ്പൊ ഡെറ്റേഴ്സ് നമ്മൾ ചെയ്യണം ഇതേപോലെ തന്നെ കേട്ടോ. സെയിം കാൽക്കുലേഷൻ തന്നെയാണ് വരിക. ഡെറ്റേഴ്സ്, റോ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്സ് സെയിം തന്നെയാണ്. 15,000 ഇൻറ്റു 3, 3 മാസമാണ് ഹോൾഡ് ചെയ്യുന്നത്. പ്രൊഡക്ഷന് ശേഷം ഡെറ്റേഴ്സിന് പേയ്മെന്റ് നടത്താനും 3 months ആണ് കൊടുക്കുന്നത്. അപ്പൊ സെയിം കാൽക്കുലേഷൻ തന്നെയാണ് വരിക. 2,500 ഇൻറ്റു 3, 7,500, 5,000 ഇൻറ്റു 3, 50,000. ടോട്ടൽ ചെയ്യുമ്പോൾ 67,500. വേറെ നമുക്ക് അസറ്റുകൾ ഒന്നും വരുന്നില്ല. നമുക്ക് ടോട്ടൽ ചെയ്യാം 1,83,750.
1,83,750. That is the total current assets. ഇനി നമുക്ക് കറണ്ട് ലൈബിലിറ്റീസ് ആണ് നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ടത്. ലെസ് കറണ്ട് ലൈബിലിറ്റീസ് ആയിട്ട് നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ? ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ മെറ്റീരിയൽ വാങ്ങിയ ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേയ്മെന്റ് നടത്തണം. ആ ക്രെഡിറ്റേഴ്സ് നമുക്ക് അലോ ചെയ്യുന്നത് 2 months ക്രെഡിറ്റ് പീരീഡ് ആണ്. മെറ്റീരിയൽ വാങ്ങി 2 മാസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തണം. അപ്പൊ നമുക്ക് എഴുതി വെക്കാം ക്രെഡിറ്റേഴ്സ് 15,000 അല്ലേ റോ മെറ്റീരിയൽ, 15,000 into 2 months അല്ലേ നമുക്ക് തരുന്നത്. 15,000 into 2 30,000. Current assets minus current liabilities ആണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. സോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലൈബിലിറ്റി. നമുക്ക് എത്ര വരുന്നു? 1,53,750. ഇതാണ് നമ്മളുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ